ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിച്ച് സ്കിൻ വൈറ്റൻ ആകുന്നത് പെർമനന്റ് ആണോ അതോ ടെമ്പററി ആണോ? ഇത് പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. സോ അതിനുള്ള ഒരു ബെസ്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തയോണിലൂടെ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന റിസൾട്ട് പെർമനന്റ് ആണ്. നമ്മളത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇപ്പോൾ കുറച്ച് നാൾ ഗ്ലൂട്ടാത്തയോൺ എടുത്തതിന് ശേഷം നമുക്ക് സ്കിന്നിൽ അത്യാവശ്യം റിസൾട്ട് ഒക്കെ കിട്ടി, സ്കിൻ ലൈറ്റ് ആയി. നമ്മൾ വീണ്ടും ഗ്ലൂട്ടാത്തയോൺ സ്റ്റോപ്പ് ചെയ്തിട്ട് പഴയ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട്, അതായത് സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന രീതിയിൽ നല്ലപോലെ സൺടാനായി മെലാനിൻ പ്രൊഡക്ഷൻ ഒക്കെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ എടുക്കുന്ന ഗ്ലൂട്ടാത്തയോൺ തിരിച്ച് നമ്മുടെ പഴയ ഒരു അവസ്ഥയിലോട്ട് തിരിച്ചു വരും. പക്ഷേ എങ്ങനെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നതിലാണ് കാര്യം. സോ ഗ്ലൂട്ടാത്തയോൺ എടുക്കാൻ താല്പര്യമുള്ളവർ 1 മാസം അല്ലെങ്കിൽ 2 മാസം മുമ്പെങ്കിലും നിങ്ങൾ സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അങ്ങനെ സ്കിൻ കെയർ ഫോളോ ചെയ്തതിന് ശേഷം മാത്രം ഗ്ലൂട്ടാത്തയോണിലോട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ സ്റ്റോപ്പ് ചെയ്താലും നിങ്ങളുടെ സ്കിൻ കെയർ കാരണം നിങ്ങളുടെ കിട്ടിയ ആ ഒരു റിസൾട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഇൻ കേസ് അവർക്കൊരു റിസൾട്ട് താഴോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഗ്ലൂട്ടാത്തയോണിന്റെ ബൂസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ അതുകൊണ്ട് ഗ്ലൂട്ടാത്തയോണിന്റെ റിസൾട്ട് അതേപോലെ തിരിച്ചു വരും എന്ന് നിങ്ങൾ കരുതണ്ട. തിരിച്ചു വരുന്നത് നിങ്ങളുടെ തന്നെ ശ്രദ്ധയില്ലായ്മ കൊണ്ടായിരിക്കും അത് തിരിച്ചു വരുന്നത്. സോ പ്രോപ്പർ ആയിട്ട് ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അതിന്റെ റിസൾട്ട് റിവേഴ്സ് ആവത്തില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.